കേരളത്തിലെ ലഹരി മാഫിയകളെ തകർത്തെറിയാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ തൂഫാന് കൈയടിച്ച് ജനം. വൻ ലഹരി വേട്ടയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നത്. 80 ലക്ഷത്തിന്റെ ലഹരികളടക്കം പിടിച്ചെടുത്തിരിക്കുന്നു. തൂഫാൻ യജ്ഞം തുടങ്ങി ഇന്ന് ഒരാഴ്ച തികയുമ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തത് 1442 കേസുകൾ. ആകെ 1559 പേരെ അറസ്റ്റ് ചെയ്തു. 111.58 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. 1.13 കിലോ MDMA പിടിച്ചു. വലിയ അളവിലുള്ള ലഹരി കടത്തിയതുമായി ബന്ധപ്പെട്ട 12 കേസുകളാണ് എടുത്തത്. ഏറ്റവും കൂടുതൽ കേസെടുത്തത് പാലക്കാട്ടാണ്. പെരുമ്പാവൂരിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ നിരവധി ചെറുപ്പക്കാരാണ് അറസ്റ്റിലായത്. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയും വൈറലായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇക്കാര്യത്തിൽ ബിഗ് സല്യൂട്ട് നൽകേണ്ടത്. വലിയ ജനപിന്തുണയാണ് മന്ത്രിക്ക് ലഭിക്കുന്നത്. തൂഫാൻ വേട്ടയ്ക്ക് ഇന്റലിജൻസ് ടീം ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണമാണ് നടക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ ലഹരി ഉപയോഗം കണ്ടാൽ നേരിട്ട് ജനങ്ങൾക്ക് അറിയിക്കാനുള്ള സംവിധാനവും ടോൾ ഫ്രീ നമ്പറുകളും അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 16 വീതം പോലീസുകാരുൾപ്പെട്ട സംഘത്തെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു. സംസ്ഥാനാന്തര ലഹരിക്കടത്ത് നേരിടാൻ ഓരോ ജില്ലയിലും പോലീസിന്റെ പ്രത്യേക ടീമുണ്ട്. പുനരധിവാസം, ചികിത്സ, കൗൺസിലിംഗ് എന്നിവയ്ക്കായി പ്രത്യേക പദ്ധതിയും. ലഹരി ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് രഹസ്യമായി കൈമാറാൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളും. വലിയ അളവിലുള്ള ലഹരിക്കടത്ത്, ഉപയോഗം, വിൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ സ്വത്ത് കണ്ടുകെട്ടും. ഗുരുതര കേസുകളാണെങ്കിൽ കാപ്പ വകുപ്പ് വരെ ചുമത്തും.